ഹായ് നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. നമ്മളെപ്പോഴും റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യണം, നേരത്തെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കേണ്ടതുണ്ട്. അത് പ്ലാനിനെ കുറിച്ച് മാത്രമല്ല, നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ചില ടെക്നിക്കുകൾ, അതായത് ഡിജിറ്റലി ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കുകൾ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമുക്കറിയാം, പണ്ടത്തെ പോലെ ഓഫീസുകളിൽ പോയി ക്യൂ നിന്ന് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇന്നെല്ലാം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മളുടെ ഒരു ചെറിയ ഫോൺ ഉപയോഗിച്ച് പോലും നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം അറിയാനും അതിലേക്ക് ജോയിൻ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. പക്ഷേ അതിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് പല കാര്യങ്ങൾക്കും ബാങ്കിങ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബിൽ പേയ്മെൻറ്റ് ഇതെല്ലാം നമ്മൾ ഈ ഓൺലൈനിൽ അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോഴും കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. ഇതിന് ഒന്നുമില്ല, നമ്മൾ ഈ ചെയ്യുന്നത് ഡിജിറ്റലി ആയിട്ടാണ് നമ്മൾ പല സ്കീമുകളിലേക്കും ചേരുന്നതെങ്കിൽ നമുക്ക് അതിനാവശ്യമുള്ള കാര്യങ്ങൾ, പൈസ അടയ്ക്കാനുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ, അതിന് നമ്മൾ ഗൂഗിൾ പേ പോലെയുള്ള ഇൻ്റർഫേസുകൾ യൂസ് ചെയ്യാറുണ്ട്. പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി നമ്മൾ എടുത്തു വെക്കണം. അതുപോലെ നമ്മുടെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണോ നമ്മളത് ചെയ്യുന്നതെങ്കിൽ അതിൽ ഓൺലൈനിൽ പൈസ അടയ്ക്കാനുള്ള അതിൻ്റെ ഒരു ഓതറൈസേഷൻ, അതിനുള്ള ഒരു ഓപ്ഷൻ നമ്മളവിടെ ചെയ്തു വച്ചിരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട് പല കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ വെരിഫിക്കേഷൻ ഒരു ലിങ്ക് ഉണ്ടാവും. ആ വരുന്ന ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതൊന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട്, അത് ഒന്ന് നമ്മൾ ഓക്കെ കൊടുക്കാനായിട്ട്, ഇത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് അത് ഓൺലൈനിൽ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം സ്കീമുകളിലേക്ക് ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വയ്ക്കണം. അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. പക്ഷെ അറിയില്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള അറിവുള്ള നമ്മുടെ മക്കളോടോ കൊച്ചുമക്കളോടോ ഒക്കെ ചോദിച്ച് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓൺലൈൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ എങ്ങനെ, നമ്മുടെ എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്, നമുക്ക് എല്ലാ മാസവും എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, ഏതൊക്കെ എക്സ്പെൻസാണ് നമുക്ക് അനാവശ്യമായിട്ട് വരുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോലും നമുക്ക് ഇന്ന് പല ആപ്പുകൾ യൂസ് ചെയ്യാം, സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അതിനകത്ത് നമ്മുടെ എക്സ്പെൻസുകൾ രേഖപ്പെടുത്തി വയ്ക്കാനും അതിൽ തന്നെ ഏതാണ് അനാവശ്യമായിട്ട് വന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തേക്കാളും കൂടുതലാണോ ഇതെല്ലാം അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് നമ്മുടെ ലൈഫിനെ, അതുപോലെ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിനെ പ്ലാൻ ചെയ്യാനാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വയ്ക്കുക. ഒരു ലിങ്ക് കിട്ടിയാൽ അതുവഴി എങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തും എന്നുള്ളത്, അതുപോലെ നമ്മൾ ഗൂഗിൾ പേ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പഠിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അത് കൂടുതൽ വാല്യൂ നൽകും. അതുപോലെ തന്നെ നമ്മളുടെ അത്യാവശ്യ കാര്യങ്ങൾ നടക്കാനായിട്ട് ഇതൊക്കെ ഉപകരിക്കുന്നുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.